ജന്തർ മന്ദിറിൽ കണ്ടത് യുവത്വത്തിന്റെ ശക്തിയും മനോഹാരിതയും കൂട്ടായ്മയുമാണെന്ന് നടൻ പ്രകാശ് രാജ് പറഞ്ഞു. യുവത്വത്തിന്റെ കരുത്ത് രാജ്യം തിരിച്ചറിഞ്ഞ നാളുകളാണ് കടന്നുപോയതെന്ന് പ്രകാശ് രാജ് പറഞ്ഞു. This time when I walked, I had something else in my walk, more confidence, more hope, because the youth have risen. The youth have questioned. The youth of this country are giving me hope. I was in Jantar Mantar and I saw the beauty, the resilience, the power of the younger generation today. Because of the power they showed, the supreme leader is shivering. യുവാക്കൾ പാർലമെന്റിനെ പിടിച്ചുകുലുക്കി. നമുക്കെല്ലാം തലച്ചോറുണ്ടെന്ന് പ്രധാനമന്ത്രിക്ക് മനസ്സിലായി. പ്രധാനമന്ത്രി ഇത്രയും നാൾ വേട്ടക്കാരനായിരുന്നു. പക്ഷേ ജന്തർ മന്ദിറിൽ യുവാക്കളെ വേട്ടയാടാൻ കഴിഞ്ഞില്ല. യുവാക്കൾ ഒരുമിച്ചാൽ ഫാസിസ്റ്റ് ഭരണാധികാരികളെ താഴെയിറക്കാൻ കഴിയുമെന്നും പ്രകാശ് രാജ് പറഞ്ഞു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പതാക ഉയർത്തി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും. കൂടാതെ വിവിധ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളും ചർച്ചയാകും. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം, സെക്രട്ടറി ഹിമാഗ്നാരാജ് ഭട്ടാചാര്യ, ട്രഷറർ സജീവ് കുമാർ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 21 വൈകിട്ട് 5 മണിക്ക് രക്തസാക്ഷി കുടുംബസംഗമം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 22 വൈകിട്ട് 4 മണിക്ക് പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 615 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ.